നിങ്ങളോട് ചോദിച്ചിട്ട് വേണോ ഹൗസ് വാമിംഗ് ഡേറ്റും ഫിക്സ് ആക്കാൻ? അതോ തീർച്ചയായിട്ടും. അത് പൊതുവെ നമ്മൾ ഈ ഒരു ഡേറ്റ് ഫിക്സ് ആക്കുകയാണ്, ഞങ്ങൾ ഈ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടോ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും അതെങ്ങനെ നിങ്ങളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ വേണം ഞാൻ അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓൾമോസ്റ്റ് ടൈലിങ്ങിന്റെ പാർട്ടൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ ആ പാർട്ടിലേക്കൊന്നും നമുക്ക് എൻട്രി ഉണ്ടാവത്തില്ല. ചിലപ്പം റെനോവേറ്റ് ചെയ്യുവാണെങ്കിൽ ടൈല് മാറ്റുന്നുണ്ടാകും. ഓക്കെ. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇപ്പം വീടാണെങ്കിൽ ഇപ്പം നമ്മൾ ടൈല് തൊട്ട് തുടങ്ങണമല്ലോ. അപ്പൊ ഈ ടൈല് എത്രത്തോളം ഡിലേ വരും, അപ്പൊ അവരത് വന്ന് ഇപ്പം ക്ലയന്റ് വരുന്നുണ്ടെങ്കിൽ ക്ലയന്റ് വന്ന് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ടൈലിന് എത്രത്തോളം ഡിലേ വരും എന്നുള്ളത് അത് സെലക്ട് ചെയ്യുന്ന ടൈലിനനുസരിച്ചായിരിക്കും. ഇപ്പം ചില കമ്പനിയുടെ ഇപ്പം ഒരു എന്താ ഡിസൈനർ ടൈലൊക്കെ വരാൻ കുറച്ച് അധികം ഡേയ്സ് എടുക്കും. കാരണം നമ്മൾ ഓർഡർ അഗെയിൻസ്റ്റ് ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കണം. ഓക്കെ. എങ്കിൽ മാത്രമേ ഈ പറയുന്നത് പോലെ ഹൗസ് വാമിംഗ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമ്മളോട് പറയണം ഇന്ന ഇന്ന ദിവസമാണ് നമ്മൾ ഏകദേശം കയറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം ആ ടൈൽ അവർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അത് വരാൻ ഇത്രയും ഡിലേ എടുക്കും. സോ അതുകൊണ്ട് നിങ്ങൾ വേറെ ടൈല് നോക്കൂ, അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റും നമുക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഫൈനലിലേക്ക് വരുമ്പോഴത്തേക്കും പറയാൻ നിൽക്കുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം അവിടെ ഡിലേ ആയിരിക്കും. ഇത് നമുക്ക് ഓടി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളല്ല.